ചാനൽ ട്രിനിറ്റി വോയിസ്. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശേ. ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന ഞാൻ നിന്നടിമ, നിൻ മഹിമ ഒന്നു മാത്രമേനിക്കാശ്രയം. നിന്നടിമ, നിൻ മഹിമ ഒന്നു മാത്രമേനിക്കാശ്രയം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവനാശേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവനാശേ. ജീവനറ്റ പാപി എന്നിൽ ജീവൻ പകർന്ന യേശുവേ, നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നമുക്ക് ഒന്നാമത്തെ സെഷനിലേക്ക് പോകാം. ഉൽപ്പത്തി 5:3, 4, 5, അതായത് ജനസിസ് ചാപ്റ്റർ 5 വേർഡ്സ് 3, 4 and 5. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ശേത്ത് എന്ന് പേരിട്ടു. And Adam lived 130 years and begat a son in his own likeness and after his image and called his name Seth. ശേത്തിനെ ജനിപ്പിച്ച ശേഷം ആദാം 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. And the days of Adam after he had begotten Seth were 800 years and he begat sons and daughters. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. And all the days that Adam lived were 930 years and he died. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വയറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക്. ഫസ്റ്റ്, വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ സൺ ജീസസ് ക്രൈസ്റ്റ്? ഗോഡ് won't ask about your religious background or doctrinal views. The only thing that will matter is, did you accept what Jesus did for you, and did you learn to love and trust him? Jesus said, I am the way and the truth and the life. No one comes to the Father except through me. Second, what did you do with what gave you? What did you do with your life? All the gifts, talents, opportunities, energy, relationships and resources God gave you, did you spend them on yourself or did you use them for the purposes God made you for? Preparing you for these two questions is the goal of this book. The first question will determine where you spend eternity. The second question will determine what you do in eternity. By the end of this book, you will be ready to answer both questions. Day 3. Thinking about my purpose. Point to ponder.
Living on purpose is the path to peace. Ways to remember, you, Lord, give perfect peace to those who keep their purpose firm and put their trust in you. Isaiah chapter 26 verse 3. Question to consider: what would my family and friends say is the driving force of my life? What do I want it to be? Third section. സദൃശ്യവാക്യങ്ങൾ 4:19-20-21. Proverbs chapter 4 verse 19, 20 and 21. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെ ആവുന്നു, ഏതെങ്കിലും തട്ടി വീഴുമെന്നവർ അറിയുന്നില്ല. The way of the wicked is as darkness, they know not at what they stumble. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. My son, attend to my words, incline thine ear unto my sayings. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. Let them not depart from thine eyes, keep them in the midst of thine heart. ഇനി നമുക്ക് 4ാമത്തെ സെക്ഷനിലേക്ക് പോവാം. ഫോർ ചിൽഡ്രൻ. 4ാമത്തെ സെക്ഷൻ കുഞ്ഞു കുട്ടികൾക്കുള്ള സൺഡേ സ്കൂൾ കഥകളൊക്കെയാണ്. അങ്ങനെ അവർ ഈജിപ്തിൽ നിന്നും കനാനിൽ പിതാവ് യാക്കോബിൻ്റെ അടുത്തേക്ക് പോയി. അവർ അവനോട്, യോസെഫ് ജീവിച്ചിരിക്കുന്നു, അവനാണ് ഈജിപ്തിലെ ഭരണാധികാരി എന്ന് പറഞ്ഞു. യാക്കോബിന് വലിയ ആശ്ചര്യമായി. അവന് അവരുടെ വാക്കുകൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. യോസെഫ് പറഞ്ഞല്ല അവർ അവനോട് പറഞ്ഞു. തന്നെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ യോസെഫ് അയച്ചിരിക്കുന്ന വാഹനങ്ങൾ കണ്ടപ്പോൾ ഈ അത്ഭുത വാർത്ത സത്യമായിരിക്കാമെന്ന് യാക്കോബിന് തോന്നി. എൻ്റെ മകൻ യോസെഫ് ജീവിച്ചിരിക്കുന്നുവോ? എനിക്കൊന്നേ വേണ്ടൂ, ഞാൻ മരിക്കുന്നതിന് മുൻപായി അവനെ ഒന്ന് കാണണം. അങ്ങനെ യാക്കോബ് തൻ്റെ സർവ്വ കുടുംബാംഗങ്ങളുമായി ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു. അവൻ്റെ മക്കൾ അവരുടെ കൊച്ചുകുട്ടികളെയും ഭാര്യമാരെയും വാഹനങ്ങളിൽ കയറ്റി. അവർക്കുണ്ടായിരുന്ന സർവ്വസമ്പത്തും ആടുമാടുകളെയും അവർ ഈജിപ്തിലേക്ക് പോയി. മഹത്തായ മോചനം മെയിൻ ഹെഡിങ്ങാണ്. ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരു അടിമയുടെ അവസ്ഥ മനസ്സിലാക്കാൻ നമുക്കിന്ന് ബുദ്ധിമുട്ടാണ്. ശക്തിയേറിയ ഒരു രാഷ്ട്രമായിരുന്നു ഈജിപ്ത്. ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന യാക്കോബ് മരിച്ചു കഴിഞ്ഞ് അവൻ്റെ പിൻതലമുറകളെ ഈജിപ്തുകാർ അടിമയാക്കുകയുണ്ടായി. പിൽക്കാലത്ത് അവർ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളായി അറിയപ്പെട്ടു. ഇസ്രായേലിയർക്ക് എബ്രായർ എന്നും പേരുണ്ടായിരുന്നു. ഈജിപ്തിലെ അടിമത്തം, ക്രൂരമായ പെരുമാറ്റം. പുറപ്പാട് 1:6-14 വരെ. വർഷങ്ങൾ ചിലത് പിന്നിട്ടു. യോസേഫും അവൻ്റെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും മരണമടഞ്ഞു. എന്നാൽ അവരുടെ പിൻതലമുറക്കാരായ ഇസ്രായേൽ ജാതി വർദ്ധിച്ചു വരികയും. അങ്ങനെയിരിക്കെ യോസേഫിനെ കുറിച്ച് തെല്ലും അറിവില്ലാത്ത ഒരു പുതിയ രാജാവ് ഭരണമേറ്റു. അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, ഈ എബ്രായർ അസംഖ്യം പേരുണ്ട്. ഒരുപക്ഷെ ഒരു നാൾ ഇവർ നമുക്ക് ശല്യമായി തീർന്നേക്കാം. ഒരു യുദ്ധമുണ്ടായാൽ ഇവർ നമ്മുടെ ശത്രുപക്ഷത്ത് ചേർന്ന് അവരോട് കൂടെ നിന്ന് നമ്മെ എതിർത്ത് തോൽപ്പിച്ചേക്കാം. അതുകൊണ്ട് അവർ പെരുകാതെ നോക്കണം. അതിനായി ഇസ്രായേലിയരുടെ ജോലി ഏറ്റവും കഠിനമാക്കി. അവരെ പീഡിപ്പിക്കാൻ ക്രൂരന്മാരായ മനുഷ്യരെ അവരുടെ മേൽവിചാരകന്മാരാക്കി വെച്ചു. രാജാവിന് വേണ്ടി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനായി പീതോം, റംസേസ് എന്നീ പട്ടണങ്ങൾ ഇസ്രായേലിയരെ കൊണ്ട് പണിയിപ്പിച്ചു. ഇത്രയൊക്കെ കഷ്ടത നേരിട്ടെങ്കിലും ഇസ്രായേലിയരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിനാൽ മിസ്രൈമ്യർ അവരെ ഏറെ ഭയപ്പെട്ടു. അവർ ഇസ്രായേലിയരോട് അധികം ക്രൂരമായി പെരുമാറുകയും ചെയ്തു. തങ്ങളുടെ കെട്ടിടങ്ങൾ പണിയുന്നതിനും വയലുകൾ പണി ചെയ്യുന്നതിനും അവരെ അടിമകളാക്കി ഉപയോഗിച്ചു. 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.